അനുഗ്രഹീതമായ നല്ലൊരു പ്രഭാതം കൂടെ നമുക്ക് വേണ്ടി അനുവദിച്ചു തന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പകലിൽ നമുക്കായിരിക്കാം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല വിധങ്ങളിലുള്ള ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ സദൃശ്യവാക്യങ്ങളിൽ അതിൻ്റെ 16-ാം അധ്യായം 28-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ അനുഭവം വെച്ചുകൊണ്ട് പലരെയും നമ്മൾ വിലയിരുത്താറുണ്ട്. അത് നമ്മുടെ അനുഭവമാണ്. ഇവിടെ വേദപുസ്തകം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ഇതെത്രയോ വാസ്തവമായ കാര്യമാണ്. എത്ര വലിയ മിത്രങ്ങളായാലും അവരെ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ ഒരു ചെറിയ ഏഷണി മതിയാകും. അനേകരുടെ ജീവിതം നശിപ്പിക്കുവാനും അവരുടെ ജീവിതം ഒരു പ്രയോജനമില്ലാതെയാക്കുവാനും ഈ ഏഷണി മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെയും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നമുക്കെതിരെയോ മറ്റുള്ളവരെക്കുറിച്ചോ ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് കോട്ടം തട്ടിക്കാണും. അല്ലെങ്കിൽ പലരുടെയും ജീവിതം പ്രയോജനരഹിതമായി നമ്മൾ കണ്ടു കാണും. ഏഷണിക്കാരനാം പാമ്പിൻ വിഷം അത്രയും കടിക്കും ഒരുവൻ കാതിൽ, മുടിയും മറ്റൊരാൾ ഉടൻ എന്നൊരു ആപ്തവാക്യം ഈ സമയം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ആ ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: ഏഷണിക്കാരനാം പാമ്പിൻ്റെ വിഷം പോലെയുള്ള ഏഷണികൾ വിഷമത്രയും മറ്റൊരുവൻ്റെ കാതിൽ കടിക്കുമ്പോൾ ഒരാൾ മുടിഞ്ഞു പോകുമെന്നാണ് ആ ഭാഗം പറയുന്നത്. മനുഷ്യൻ്റെ വാക്കുകൾക്ക് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണെന്നാണ് പറയുന്നത്. നാം പറയുന്ന സത്യമായ ചില വാക്കുകൾ പോലും ചിലപ്പോൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയെന്ന് വരാം. നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെ ശത്രുക്കളെ ഉണ്ടാക്കുവാനും മിത്രങ്ങളെ വർദ്ധിപ്പിക്കുവാനും കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം അങ്ങനെ പറയുന്നത്. നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായി തീരട്ടെ. പ്രിയമുള്ളവരെ, ഏഷണി എന്ന് പറയുന്നത് വിഷമാണ്. ഏഷണി പറയുക എന്ന് പറയുന്നത് മാരകമായ കൊടും വിഷത്തിന് തുല്യമാണ്. നമ്മുടെ ജീവിതം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് അരുതാത്തതൊന്നും മറ്റുള്ളവരെക്കുറിച്ച് പറയുവാനോ മറ്റുള്ളവർക്ക് വിരോധമായി മറ്റുള്ളവർക്കെതിരായി ചിന്തിക്കുവാനോ ഇടയാകരുത്. ഇനി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കേട്ടും കണ്ടും ചിന്തിച്ചും മായ്ക്കാൻ കഴിയാതെ മറക്കാൻ കഴിയാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അതെല്ലാം മറന്നുകൊണ്ട് നല്ലൊരു ജീവിതം ഈ ഭൂമിയിൽ കാഴ്ചവെക്കുവാൻ സർവകൃപാലുവായ ദൈവത്തോട് യാചിച്ചുകൊണ്ട് ഈ പുതിയ ദിവസം പുതിയ അവസരം തരുമ്പോൾ അതിനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം. ദൈവം നമ്മെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. God bless you.